ഉപ്പ് വേണമെങ്കിൽ കിട്ടും, കാരണം ആ ടിന്നിനകത്ത് ഉപ്പ് കുറവായിരുന്നു. അപ്പം ഞാൻ ക്യാരറ്റ് സൂപ്പ്, ദെൻ വട്ട് എൽസ്, സാൽമൺ ഫിഷ്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡ് മാത്രമല്ല കഴിച്ചത്. ഹായ്, ദിസ് ഇസ് സോനു ബെൻ. ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് മുന്നേ നമുക്ക് കുറച്ച് വെയിറ്റ് കുറയ്ക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് ഗ്ലൂക്കോസ് ഇൻടോളറൻസ്, ലാക്ടോസ് ഇൻടോളറൻസ്, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, ഇങ്ങനെ ഇല്ലാത്തൊരു മനുഷ്യന് എന്തൊക്കെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരാം അതൊക്കെ എനിക്ക് ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് കുറച്ച് ചലഞ്ചിങ് ആണ്. എന്നിരുന്നാലും ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കോ, നിങ്ങൾക്കും അത് ഞാൻ ചെയ്യുമ്പോൾ ഒരു പ്രയോജനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചത്. ഞാനിപ്പോൾ മിക്ക ദിവസവും തന്നെ ഡിന്നറിന് സൂപ്പ്, സാലഡ്സ് ആൻഡ് പ്രോട്ടീൻ, അതാണ് എൻ്റെ ഒരു, അതായത് നമുക്ക് കുറച്ച് വാട്ടർ വേണം, ഫൈബർ വേണം, പ്ലസ് കുറച്ച് പ്രോട്ടീനും വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ ഹെൽത്തി ആയിട്ട് ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീലാണ് ഞാനിപ്പം എല്ലാ ദിവസവും തന്നെ കഴിക്കുന്നത്. പിന്നെ ഈ സൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വെജിറ്റബിൾ സൂപ്പ്സ് നമുക്കിഷ്ടമുള്ള ഫ്ലേവറിൽ നമ്മുടെ മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇവിടെ അഞ്ജലി ഉള്ളപ്പോൾ, അഞ്ജലി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾ വേറെ ഒന്നും കഴിക്കില്ല, ആദ്യമേ സൂപ്പാണ് കഴിക്കുക. സോ സൂപ്പ് ഈസ് ഡെലീഷ്യസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെജിറ്റബിൾ സൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് യക്കി ഫീലിംഗ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഹെൽത്തി ആവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നല്ല, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മീൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളും അത് ഫോളോ ചെയ്യുക. സോ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കുറച്ച് വെയിറ്റ് കുറയ്ക്കാമേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിന്നർ എന്ന് പറയുന്നത് ഗ്രീൻ ആപ്പിൾ സാലഡ്, ക്യാരറ്റ് സൂപ്പ്, ദെൻ വട്ട് എൽസ്, സാൽമൺ ഫിഷ്. നിങ്ങൾക്ക് ഇപ്പോൾ സാൽമൺ ഫിഷ്, നാട്ടിലൊക്കെ ഉള്ളവർക്ക് സാൽമൺ ഫിഷ് കിട്ടാൻ ഇച്ചിരി പാടാണെങ്കിൽ നിങ്ങൾക്ക് മതിയോ ചാളയോ, മത്തി ചാളയോ ഒന്നും തന്നെയല്ലേ, ചാളയോ അയിലയോ ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഫിഷ് എന്താണോ അതെടുക്കുക. ഞാൻ ഫിഷാണ് ഇപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ന്യൂസിലാൻഡിലൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് ഈ നോൺ വെജ് ഇങ്ങനെ വന്നു ചേരും. കാരണം നോൺ വെജിനാണ് ഇവിടെ കൂടുതൽ അഫോർഡബിളായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. ഓഫ് കോഴ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാങ്ങാൻ പറ്റും, ബട്ട് നമ്മൾ ആ ഒരു സ്റ്റൈലിലേക്ക് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി മാറും. അപ്പം നമ്മൾ എന്നും ചിക്കനും ഒക്കെ കഴിക്കുമ്പോൾ, ചിക്കൻ ഏറ്റവും നല്ല പ്രോട്ടീനാണ്, ബട്ട് എനിക്ക് കഴിച്ച് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ എനിക്ക് സ്കാൽപ്പിൽ സോറിയാസിസ് ഉണ്ട്. അപ്പം ഈ എന്താ പറയുക, എനിക്ക് കുറച്ച് പ്രോട്ടീൻ അലർജി ഉണ്ട്. സോ ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഫിഷിന് പകരം ചിക്കൻ എടുക്കാം. ബട്ട് എൻ്റെ കേസ് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാനിപ്പം ഒമേഗ 3 ഫാറ്റി ആസിഡ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ക്യാപ്സ്യൂൾ എടുക്കുന്നതിനേക്കാളും ഞാൻ എൻ്റെ ഫുഡിൽ നിന്ന് എനിക്ക് അത് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാൻ സാൽമൺ അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫാറ്റി ഫിഷുകളാണ് ഞാൻ വാങ്ങുന്നത്. നാട്ടിലാകുമ്പോഴത്തേക്ക് മലയാളികൾ മീൻ വാങ്ങാത്ത ദിവസമില്ല. അപ്പം മീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സുലഭമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മീൻ കിട്ടാൻ കുഴപ്പമില്ല, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനാണെങ്കിൽ എന്താ പറയുക, ഫിഷ് ഗ്രില്ല് ചെയ്യൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലുള്ളവർ വിചാരിക്കും, അയ്യോ ഞങ്ങൾ ഇച്ചിരി മീൻ വാങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾക്കത് ഗ്രില്ല് ചെയ്യണം, പിന്നെ വേറൊരാൾക്കത് കറി വെക്കണം. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ആ ഫിഷ് ഫ്രൈ ചെയ്യാതെ കറി വെച്ചതിനകത്തുനിന്ന് കറി ചാറെടുക്കരുത്, ജസ്റ്റ് ആ ഫിഷ് മാത്രം നിങ്ങൾക്ക് കഴിക്കാൻ, ആ ഫിഷിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം അതിനകത്ത് കുറച്ച് ഗ്രേവി ഉപയോഗിക്കുക. കണ്ടമാനം ചാറ് കോരി ഒഴിച്ചിട്ട് അത് മുഴുവൻ ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ റിസൾട്ട് വരത്തില്ല. ഇച്ചിരി ചാറല്ലേ എന്ന് വിചാരിച്ചാൽ അതിനകത്ത് സോൾട്ടി ആയിരിക്കും ചാറ്. അപ്പോൾ സോൾട്ട് ഒരു പ്രശ്നമാണ്. സോ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം ഓരോ കുഞ്ഞു കാര്യങ്ങളും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് സൂപ്പ് ആദ്യമേ ഉണ്ടാക്കാം. ക്യാരറ്റ് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ക്യാരറ്റ് എടുത്താൽ 3 പേർക്ക് സൂപ്പ് കഴിക്കാൻ. ഇവിടെ ഞാനും അഞ്ജലിയും ബെഞ്ചമിനുമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കുമായിട്ട് 3 അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റ്, ദെൻ ഒരു ഉള്ളിയുടെ പകുതി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും മാത്രം മതി ഈ ഡെലീഷ്യസ് സൂപ്പ് ഉണ്ടാക്കാനായിട്ട്. കം ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഒരു ചെറിയ ഉള്ളി വഴറ്റാനുള്ള അത്രയും മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ദെൻ അതിനകത്തേക്ക് അണിയൻ ഇടുക, സോട്ട് ചെയ്യുക.
ദെൻ ഇഞ്ചി ഇടുക. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മുടെ ക്യാരറ്റ് കഷ്ണങ്ങൾ ഇങ്ങനെ പെറുക്കിയിടുക. വെള്ളം ഒഴിക്കുക. 1-2 ഗ്ലാസ്, 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കാരണം ആ സ്റ്റോക്കിൽ തന്നെ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. പണി കഴിഞ്ഞു. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 1-2 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് വെന്തോന്ന് നോക്കലാണ്. ക്യാരറ്റ് ഇപ്പോൾ വേകാൻ എന്നാ നോക്കാനാ, ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. ക്യാരറ്റ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇടുക. കുക്കറിനകത്ത് മുഴുവൻ നമ്മൾ ക്യാരറ്റ് വേവിക്കാൻ ഉപയോഗിച്ച മുഴുവൻ വെള്ളവും നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുക്കേണ്ട, അത് കുക്കറിനകത്ത് തന്നെ ഇരുന്നോട്ടെ. ബട്ട് നമ്മൾ ഇട്ട ഇഞ്ചിയും എന്താ പറയുക, ഉള്ളിയും എല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ അരയ്ക്കണം. നിങ്ങൾ വിചാരിക്കും ഇച്ചിരി ക്യാരറ്റും ഉള്ളിയും ഇഞ്ചിയും കൂടെ അങ്ങ് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി സോൾട്ടും പെപ്പറും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലെവൽ അങ്ങോട്ട് മാറും. നിങ്ങൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന റെസിപ്പീസ് നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ നമുക്ക് ക്രേവിങ്സ് വരും. ബട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്രേവിങ്സ് ഉണ്ടാവത്തില്ല. പകരം നമുക്ക് ശരിക്കും ഒരു സാറ്റിസ്ഫൈങ് ഫീലായിരിക്കും. ഞാനത് കുറച്ച് ഉപ്പിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. നമുക്കറിയാമല്ലോ. ഇനി കറക്റ്റ് അളവ് പറയാൻ എനിക്കറിയത്തില്ല. ഞാനെപ്പോഴും എൻ്റെ ഒരു ടേസ്റ്റ് ബഡ് വെച്ചിട്ടാണ് ഇടുക. അടുത്തതായിട്ട് ഞാനൊരു ഗ്രീൻ ആപ്പിൾ സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഗ്രീൻ ആപ്പിൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് നിങ്ങളുടെ ഇല്ലെങ്കിൽ ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ മാത്രം ഇട്ടിട്ട് കഴിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവോക്കാഡോ ഉള്ളത് കൊണ്ട് ഞാൻ അവോക്കാഡോ ഇട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവോക്കാഡോ പേസ്റ്റ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം. സാധാരണ അവോക്കാഡോ പഴുത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് മാഷ് ചെയ്തിട്ട് അതിനകത്ത് ഇടാവുന്നതേ ഉള്ളൂ. ബട്ട് എൻ്റെ കയ്യിലുള്ളത് ഇച്ചിരി പഴുക്കാത്ത അവോക്കാഡോയാണ്. അത് മാങ്ങ പോലെ ഇരിക്കുന്നത്. സോ ഞാനത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് സോൾട്ടും പെപ്പറും ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓ മൈ ഗോഡ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫിലിപ്സിൻ്റെ മിക്സി ആയതുകൊണ്ട് ഇതിനകത്ത് എക്സ്ട്രാ സോക്കറ്റ് വേണം. ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ നല്ല പഴുത്ത അവോക്കാഡോ ഇടുമ്പോൾ ഉള്ള ആ ഒരു അത്രയും ടേസ്റ്റ് ഈ അരച്ച അവോക്കാഡോ ഇടുമ്പോൾ ഇല്ല. ബട്ട് എനിക്കത് വേണം എന്ന് ഭയങ്കര ആഗ്രഹം. നിങ്ങൾ നാട്ടിലുള്ളവർക്ക് അവോക്കാഡോ ഭയങ്കര എക്സ്പെൻസീവാണെന്ന് എനിക്കറിയാം. സോ സോൾട്ട് ആൻഡ് പെപ്പർ ഉപയോഗിക്കുക. സോൾട്ട് ആൻഡ് പെപ്പർ ഉപയോഗിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഉപയോഗിച്ചാൽ തന്നെ അന്യായ ടേസ്റ്റാണ്. കാരണം ഈ ഗ്രീൻ ആപ്പിളിനൊരു പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും രുചിയാണ്. ഈ മാങ്ങയൊക്കെ ഉപ്പും മുളക് പൊടി ഇട്ട് കഴിക്കുന്ന ടേസ്റ്റാണ് ഗ്രീൻ ആപ്പിൾ നമ്മൾ അങ്ങനെ കഴിക്കുമ്പോൾ. എനിക്ക് ഗ്രീൻ ആപ്പിൾ കഴിക്കുമ്പോൾ ചാമ്പയ്ക്ക കഴിക്കുന്ന ടേസ്റ്റാണ്. മാങ്ങേനേക്കാളും ഒരു ചാമ്പയ്ക്ക കഴിക്കുന്ന ഫീലാണ്. ഇതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഞാൻ കാണിക്കാനും വിട്ടുപോയി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് നല്ല എല്ലാ ദിവസവും തന്നെ ഞാൻ ഇപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഞാൻ ആ ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡാണ് കഴിക്കുന്നത് കാണിക്കാനായിട്ട്.
എനിക്ക് പറ്റിയില്ല. ഞാൻ കട്ടൻ കാപ്പിയും ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡുമാണ് കഴിച്ചത്. സോ നിങ്ങൾ നാട്ടിലാണെങ്കിൽ എനിക്കറിയത്തില്ല ഇങ്ങനെ ഗ്ലൂട്ടൻ ഫ്രീ ഒക്കെ കിട്ടുമെന്ന്. ലുലുവിലൊക്കെ പോയാൽ കിട്ടായിരിക്കും, പക്ഷേ എല്ലാവർക്കും ലുലുവിലൊന്നും പോയി വാങ്ങാൻ പറ്റത്തില്ലല്ലോ. സോ നിങ്ങൾ ഇഡ്ഡലിയോ ദോശയോ ലിമിറ്റ് ചെയ്യുക 2. അപ്പം രാവിലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. എസ്പെഷ്യലി ബനാന അവൈലബിൾ ആണ്. കണ്ടമാനം ബനാന കഴിക്കാതെ ഒരു ബനാന, അതായത് ഒരു ഫൈബറായിട്ട് ഒരു ബനാന നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ആഡ് ചെയ്യാം. ബനാന അല്ല, ആപ്പിളും ഓറഞ്ചും പപ്പായയും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. ബട്ട് ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബനാനയാണ് നാട്ടിൽ. അത്ര എക്സ്പെൻസീവും അല്ല. സോ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഒരു ദോശ, ഒരു ഓംലെറ്റ് വിത്തൗട്ട് ഓയിൽ പ്ലസ് ഒരു ബനാന കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാം. അപ്പം ഞാൻ എന്തായാലും എല്ലാ ദിവസവും ഈ ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡ് പ്ലസ് ഓർ എൽസ് ഞാൻ ഇതേപോലെ ദോശ ഉണ്ടെങ്കിൽ ദോശ കഴിക്കും. ഇല്ലെങ്കിൽ എന്നാ പറയുന്നത്, ചിലപ്പോൾ ഓട്സ് ആയിരിക്കും കഴിക്കാൻ. ഓട്സ്, ഓവർനൈറ്റ് ഓട്സൊക്കെ നാട്ടിൽ ഉണ്ടാക്കാനായിട്ട് ഈസിയാണല്ലോ. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് കഴിക്കാം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ വൺസ് ആ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നോർമലി ഒരു ഫാമിലി ബജറ്റിനകത്ത് നിൽക്കുന്ന ഐറ്റംസൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കഴിക്കുന്ന രീതിയിൽ കുറച്ച് മാറ്റം വരുത്തി, വെജിറ്റബിളൊക്കെ കുറേ എണ്ണ ഒഴിച്ച് കുറേ തോരൻ ഉണ്ടാക്കി കഴിക്കാതെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൻ്റെ തന്നെ ഒരു ഡെലീഷ്യസ് വേർഷൻ ഓയിൽ കുറച്ച് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റൈല് മാറ്റുമ്പോൾ നമുക്ക് നല്ല മാറ്റം വരും. ഇനി എൻ്റെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണ്. എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ കുറച്ച് ബസ്മതി റൈസ് വേവിച്ചിട്ട് അതിനകത്ത് അണിയനും എഗ്ഗും സോട്ട് ചെയ്ത് ഇതും കൂടെ ആഡ് ചെയ്യും. വെജിറ്റബിളൊന്നും ആഡ് ചെയ്യാൻ എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ആ വെജിറ്റബിൾസും കൂടെ ഞാൻ ആഡ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്യുക. എഗ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ വെറും 2 കപ്പ് റൈസ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ 4 എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട്. 4 എഗ്ഗ് ആഡ് ചെയ്യുന്നത് അതൊരു പ്രോട്ടീൻ, നല്ല പ്രോട്ടീനാണ് മുട്ട. സോ റൈസ് 2 കപ്പ് 4 പേർക്ക് അത് മതി. നമ്മൾ 1 കപ്പും കൂടി ഇട്ടേക്കാം, ഇനി ആർക്കെങ്കിലും വിശന്നാലോ, ആ തോട്ട് ഒരു കാരണവശാലും വരരുത്. ഇത് മനുഷ്യന്, ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഓഫ് ചോറ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ 1 കപ്പും കൂടെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിച്ചം ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ പിള്ളേർ വീട്ടിലുണ്ട്, അവരെന്തെങ്കിലും ചോദിച്ചാലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്കും വിശക്കുന്നു എന്ന് തോന്നുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പല സാധനങ്ങളും നമ്മുടെ വീട്ടിൽ കാണും. കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ സ്നാക്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ്. പിള്ളേരെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരത്തില്ല ഡയറ്റിന് വേണ്ടിയിട്ട്. സോ പിള്ളേരുടെ സാധനങ്ങൾ പിള്ളേർക്ക് വേണ്ടി കീപ്പ് ചെയ്യുക. പിന്നെ അത് ഹെൽത്തി വേ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നും നടക്കത്തില്ല. സോ നമ്മൾ പ്രയോറിറ്റി കൊടുത്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സ്കൂളിൽ പോകുന്ന പിള്ളേർ എന്തായാലും ഉച്ചയ്ക്ക് വന്നിട്ട് എനിക്ക് ചോറ് താന്ന് പറയത്തില്ല. ആകെ ഡിന്നറിൻ്റെ സമയത്ത് മാത്രമാണ് പിള്ളേർ കൂടുതൽ വേണം എന്ന് പറയാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് നിങ്ങളുടെ വീട്ടിൽ കരുതുക. ചോറ് തികഞ്ഞില്ല, ചോറ് തികയാതെ അങ്ങനെ വരത്തില്ല, ഇത് കറക്റ്റ് എമൗണ്ടാണ് കേട്ടോ. അപ്പം എല്ലാ വശവും കൂടി ചിന്തിച്ചാലൊന്നും നമുക്ക് ഒരു കാര്യവും നടക്കില്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പം ബി പ്രാക്ടിക്കൽ. ഓക്കെ, ഈ 2 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട് വലിയൊരു കുക്കർ എടുക്കാൻ മടി ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെച്ചത്. 10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഗ്യാസൊക്കെ ലാഭിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം. എനിക്കും ഗ്യാസ് ലാഭിക്കണം എന്നുണ്ട്. ബട്ട് എൻ്റെ കുക്കറിനകത്ത് സൂപ്പ് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ മറ്റേ കുക്കറിൻ്റെ വാഷർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടും പിന്നെ ഉള്ള കുക്കർ വളരെ വലിയ കുക്കർ ആയതുകൊണ്ടുമാണ് ഞാൻ ഇതിനകത്ത് വെച്ചത്. റൈസ് വേവുന്ന സമയത്ത് നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കാം ഫ്രൈഡ് റൈസിനുള്ള.
അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ആദ്യം ഇതിനകത്തേക്ക് തീ കത്തിച്ചിട്ട് കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതി, ബട്ട് എനിക്ക് ഒലീവ് ഓയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ബാക്കി കോക്കനട്ട് ഓയിൽ ഇനി അല്ലെങ്കിൽ ഗീ ഇത് ഉപയോഗിക്കാം. വേറെ ഒന്നും ഞാൻ അങ്ങനെ അങ്ങ് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം കൊച്ചു വരുന്നതിന് മുന്നേ എനിക്കിതൊക്കെ ഉണ്ടാക്കി കഴിയണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ളി വഴറ്റി കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ലേശം ചില്ലി ഫ്ലേക്സ്, കാരണം കൊച്ചിനും കൂടെ ആവശ്യമായതുകൊണ്ടും പിന്നെ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അധികം സ്പൈസി ആക്കാതിരിക്കുന്നതാണ് ഹെൽത്ത് വൈസ് നല്ലത്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്യുക. അതിനകത്തേക്ക് ഇനി ഈ റൈസ് ഇട്ട് കൊടുക്കുക. വാവ്, നല്ലൊരു ബക്കറ്റ് ഷേപ്പിലായിരുന്നു കേട്ടോ റൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാണാനായിട്ട്. കൊള്ളാം, അടിപൊളി റൈസ്. ലഞ്ച് കഴിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡ് മാത്രമല്ല കഴിച്ചത്, ഞാൻ ആ കൂടെ ഒരു ബട്ടർ കോഫിയും കൂടെ കുടിച്ചായിരുന്നു, ബ്ലാക്ക് കോഫി വിതൗട്ട് ഷുഗർ. അപ്പം നാളെ മുതൽ ഞാൻ കറക്റ്റായിട്ട് കഴിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഇന്നത് നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല വീഡിയോ എടുക്കുന്ന കാര്യം. ഇതാ ഇപ്പം സാൽമൺ ഫിഷ് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വിതൗട്ട് ഓയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓയിൽ ഉണ്ട്, അപ്പം അത് തനിയെ അങ്ങ് കുക്കായി വന്നോളും. ഇനി ഇളകി വന്നില്ലേ മാത്രം ഞാൻ കുറച്ചൊന്ന് ഓയിൽ കൊടുക്കും, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടെടി സൂപ്പ്? ഇന്ന് ഇച്ചിരി കൂടുതൽ ഡയല്യൂട്ടഡാണ്. ഉപ്പ് വേണം കിട്ടും, കാരണം ആ ടിന്നിനകത്ത് ഉപ്പ് കുറവായിരുന്നു. അപ്പം ഞാൻ വേറെ ഇടണം. എന്നാ ബെനി കഴിച്ചില്ലല്ലോ, നഗറ്റ്സ് കഴിച്ചല്ലേ? ഉറക്കാണ്. ആക്ച്വലി അവോക്കാഡോ മറ്റേ പഴുത്തിട്ടില്ലായിരുന്നു. ഞാൻ മിക്സിയിലിട്ട് തേങ്ങ അരയ്ക്കുന്ന പോലെ അരച്ചെടുത്തു. ഞാൻ ഇന്നലെ എനിക്കിത് കഴിച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അരച്ചെടുത്തു. പക്ഷേ ഇത് പച്ചയുണ്ടല്ലോ നീ. പക്ഷെ ആ പച്ചച്ചവ ഉണ്ടല്ലോ. പക്ഷെ കൊള്ളാം.